ഇടയലേഖനം വന്നു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ജയിലിലടച്ച വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഇരിങ്ങാലക്കുട രൂപതയുടെ ഇടയലേഖനം. ഭാരതത്തിലെ മുഴുവൻ ക്രൈസ്തവരെയും നിയന്ത്രിച്ചു നിർത്തുവാനുള്ള രാഷ്ട്രീയ നിഗൂഢാജണ്ടയെന്ന് തിരിച്ചറിയണമെന്ന് സർക്കുലറിൽ ചൂണ്ടിക്കാട്ടുന്നു. സിസ്റ്റർമാരുടെ മോചനത്തിനായി യാതൊരു തരത്തിലുമുള്ള ഇടപെടലുകൾ കേന്ദ്രമോ ഛത്തീസ്ഗഡ് സർക്കാരോ എടുത്തിട്ടില്ല എന്നത് നിരാശാജനകമാണ്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് രൂപതയിലെ മുഴുവൻ വിശ്വാസികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ബഹുജന റാലി ചാലക്കുടി നഗരത്തിൽ നടക്കും. ജെയ്സൺ ചാമവളപ്പിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ ചാമവളപ്പിൽ, ആ മുറിവുണങ്ങിയിട്ടില്ല എന്നതിന്റെ സൂചനയല്ലേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഇടയലേഖനം? ജെയ്സൺ ചാമവളപ്പിൽ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും മുറിവുണങ്ങാൻ ഇനി സമയമെടുക്കും. ആ മുറി പൂർണ്ണമായി ഉണങ്ങണമെങ്കിൽ പൂർണ്ണമായ പ്രശ്നപരിഹാരം ഉണ്ടാകണം. ആ സന്ദേശമാണ് ഇരിഞ്ഞാലക്കുട രൂപത ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 1-ാം തീയതിയാണ് ഈ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് എല്ലാ ഇരിഞ്ഞാലക്കുട രൂപതയ്ക്ക് കീഴിലുള്ള മുഴുവൻ ദേവാലയങ്ങളിലും ഇത് വായിക്കും. വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സർക്കുലറാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. 2ാമത്തെ പാരഗ്രാഫിലാണ് വളരെ വ്യക്തമായി തന്നെ ഇരിഞ്ഞാലക്കുട രൂപത അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമായ ഇതിലെ രാഷ്ട്രീയവും ഈ രാഷ്ട്രീയത്തിൽ വേട്ടയാടപ്പെടുന്ന ക്രൈസ്തവരുടെ അവസ്ഥയെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. ഭാരതത്തിലെ ഭരണഘടന അനുസരിക്കുന്ന മതസ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കാനും ഭാരതത്തിലെ പൗരന്മാർ എന്ന നിലയിൽ ഭാരതത്തിനകത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കാനും നമുക്ക് അവകാശമുണ്ടായിരിക്കെ ബജ്രംഗ് ദൾ, സംഘപരിവാർ പോലുള്ള രാഷ്ട്രീയ സംഘടനകളുടെ പിൻബലത്തിൽ വ്യക്തികളെ ഭീഷണിപ്പെടുത്തുകയും അന്യായമായി തടങ്കിൽ വയ്ക്കുകയും ആൾക്കൂട്ട വിചാരണ നടത്തുകയും ചെയ്യുന്നത് എതിർക്കപ്പെടേണ്ടതാണ്. ഇത്തരത്തിൽ ക്രൈസ്തവരെ ഭയപ്പെടുത്തി സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്നതാണ് ഇവരെ നിയന്ത്രിക്കാമെന്നതാണ്, ക്രൈസ്തവരെ നിയന്ത്രിക്കാമെന്നതാണ് ഇവരുടെ മോഹം. പക്ഷേ അത് സാധ്യമാവില്ല. അതിശക്തമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തുമെന്നടക്കമുള്ള നിരവധി പ്രതികരണങ്ങളിലൂടെയാണ് ഈ സർക്കുലർ കടന്നു പോകുന്നതിന് അവസാനം നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഇന്ന് വൈകിട്ട് ചാലക്കുടിയിൽ ഇരിഞ്ഞാലക്കുട രൂപത കീഴിലുള്ള മുഴുവൻ അൽമായരും വിശ്വാസികളും അതുപോലെ തന്നെ പുരോഹിതരും ഉൾപ്പെടുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുക്കണമെന്ന ആഹ്വാനം കൂടി നൽകുന്നുണ്ട്. ഇനി അടുത്ത ഘട്ടമെന്ന് പറയുന്നത് കേസ് പൂർണ്ണമായി ഒഴിവാക്കുക, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക. ഇതിനുവേണ്ടി നിരന്തരമായ പ്രതികരണവും പ്രതിരോധവും സൃഷ്ടിച്ചില്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം ഒറ്റപ്പെട്ടു പോകുമെന്നും ഇല്ലായ്മ ചെയ്യപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തുമെന്ന് കൂടി ഈ ഇടയലേഖനം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ശക്തമായ പ്രതിഷേധം തുടരുക തന്നെയാണ്. ഇന്ന് വൈകിട്ട് അതിന്റെ അലയൊലികൾ ചാലക്കുടിയിൽ മുഴങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അരുൺ, ഓക്കെ, താങ്ക് യു. ജെയ്സൺ ചാമവളപ്പിലാണ് ഇപ്പോൾ വിവരം നൽകിയത്. ആദ്യ ഇടയലേഖനം ഇരിങ്ങാലക്കുട അതിരൂപതയുടെ ഇടയലേഖനം വന്നിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ചാലക്കുടിയിൽ വലിയ രീതിയിലുള്ള ബഹുജന റാലി നടത്താനുള്ള സാധ്യതയുണ്ട്. സർക്കുലറിൽ ഒരുപാട് കാര്യങ്ങൾ, വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ പറയുന്നു. ഇരിങ്ങാലക്കുട രൂപതയുടെ ഇടയലേഖനമാണ്. ഭാരതത്തിലെ മുഴുവൻ ക്രൈസ്തവരെയും നിയന്ത്രിച്ചു നിർത്തുവാനുള്ള രാഷ്ട്രീയ നിഗൂഢ അജണ്ടയാണ് എന്നാണ് സർക്കുലറിൽ പറയുന്നത്. സിസ്റ്റർമാരുടെ മോചനത്തിനായി യാതൊരു തരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്രമോ ഛത്തീസ്ഗഡ് സർക്കാരോ എടുത്തിട്ടില്ല എന്നത് നിരാശാജനകമാണെന്നും സർക്കുലർ പറയുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കാണാം ചാലക്കുടിയിൽ രൂപതയിലെ മുഴുവൻ വിശ്വാസികളെയും അണിനിരത്തിക്കൊണ്ടുള്ള ബഹുജന റാലി. അതൊരു മറുപടിയായിരിക്കും. മുറിവുണങ്ങിയിട്ടില്ല എന്നതിന്റെ പ്രസ്താവന കൂടിയായിരിക്കും. ജെയ്സൺ ചാമവളപ്പിലാണ് ചേർന്നത് തൃശ്ശൂരിൽ നിന്നും.